വണ്ടാർപേട്ടയിൽ നിന്നും വരുന്നു. ഞാൻ അറിവിന്റെ അപ്പാവാ. പേരറിവിന്റെ. പുതുതായി ജോയിൻ ചെയ്ത ആളാ. മോനകത്തുണ്ടല്ലോ. ഒന്ന് വിളിക്കുവോ മോളെ? ഒരു നിമിഷം നിങ്ങൾ ഇരിക്കൂ. പേരറിവ് അല്ലേ? ഏയ് സുന്ദരം, കമ്പോസിംഗ് സെഷനിൽ പുതുസായി വന്ന പയ്യനില്ലേ പേരറിവ്? അവനെ കാണാൻ രണ്ടാൾ വന്നിരിക്കുന്നു പറ. ഒരു മുന്നറിയിപ്പില്ലാതെ അമ്മ എന്നെ അമ്മ അമ്മ. മോന് സുഖമാണോ? സുഖം. പഠിപ്പൊക്കെ എങ്ങനെ? നന്നായി പോകുന്നു. മുഖത്തെന്താടാ മക്കളെ പൊടി? കമ്പോസിംഗ് സെക്ഷനിലാ ജോലി. ട്രെയിനി അപ്പാ ഞാൻ. അപ്പാവും അമ്മാവും ഇപ്പോഴെന്തിനാ മദ്രാശി വന്നത്? എന്തെങ്കിലും വിശേഷം? എന്നാ അമ്മ മുഖം ഒരുമാതിരി വല്ലാതെ ക്ഷീണിച്ച്? അത് വന്നിട്ട് യാത്ര ക്ഷീണവിടാ. മക്കള് രാവിലെ എന്ത് കഴിച്ചു? ഇഡലി. ഇപ്പൊ പച്ചക്കതാ. അമ്മ മോന് പൊങ്കല് കൊണ്ടുവന്നിട്ടുണ്ട്. അത്ഭുതം. എന്നടി ഇത്? മോന് വാരി ഊട്ടടാ. അപ്പ ഇത് ആപ്പീസ്. അമ്മ ഊരിൽ എന്തൊക്കെ വിശേഷം? എല്ലാരും സുഖായിരിക്കുന്നോ? കാണാറുണ്ടോ? അത്ഭുതം. നമുക്ക് മല്ലിക വരെ ഒന്ന് പോണം. ശ്രീ പെരുമ്പത്തൂരിൽ മുൻ പ്രധാനമന്ത്രി ബെൽറ്റ് ബോംബ് പൊട്ടി മരിച്ചില്ലേ? അതുമായി ബന്ധപ്പെട്ട പോലീസ് കഴിഞ്ഞ രാത്രി വീട്ടിൽ വന്നിരുന്നു. എന്തിന്? അവർക്കും ഓരോടെന്തൊക്കെയോ സംശയങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ട് എന്റെ മുത്തിന് എന്തെങ്കിലും അറിയോ? എനിക്കെന്തറിയാം. CBIലുള്ള പോലീസാ വന്നത്. ക്യാപ്റ്റൻ പ്രഭാകരന്റെ പടവും ഒരു നോട്ടീസും അപ്പാവുക്ക് വന്നൊരു കത്തും എല്ലാം എടുത്തോണ്ട് പോയി. അറിവിനെ കണ്ട് എന്തൊക്കെയോ ചോദിച്ചറിയാനുണ്ടെന്ന്. തമിഴ് പുലികളുമായി അമ്മയുടെ മുത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അപ്പ തമിഴ് പുലികളുമായി എനിക്കെന്ത് ബന്ധം? ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മോൻ അവരുമായിട്ട് ഒരു ബന്ധവും ഇല്ലെന്ന്. നാളെ തന്നെ മോനെയും കൂട്ടി നമ്മൾ എൻക്വയറി ഓഫീസറുടെ മുന്നിൽ ചെല്ലുന്നു. അവർക്ക് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കട്ടെ. പോലീസ് CBI കേൾക്കുമ്പോ പേടിയാവുന്നു അപ്പ. ഞാൻ വരുന്നില്ലേ? അമ്മ കൂടെ വരുന്നില്ലേ? പിന്നെ മക്കൾ എന്തിനാ പേടിക്കണേ? ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ചിട്ട് വരിക. അപ്പാവും അമ്മാവും ഒന്നും കഴിച്ചിട്ടില്ല. നമുക്കെന്തെങ്കിലും കഴിക്കണം. മോന് അമ്മ കൊണ്ടുവന്ന് പൊങ്കൽ കഴിക്കണ്ടേ? ആരോടാന്ന് വെച്ചപ്പോ അനുമതി കേട്ടിട്ട് വാ. സെല്ലടാ സെല്ല്. ഈ സാറാ മോനത്തിരക്ക് വീട്ടിൽ വന്നത്. ഞങ്ങൾ പേരറിവിന്റെ മാതാപിതാക്കളാ. പേരറിവ് നല്ല പേര്. വാവുഞ്ഞേ എന്തു പഠിച്ചു നീ? ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞു. പത്രം ഓഫീസിൽ പണിയെടുക്കുന്നത് ഇഷ്ടമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ജേർണലിസം ചെയ്തില്ല? ഇവിടെ പാർട്ട് ടൈം വേല ചെയ്തുകൊണ്ട് അവൻ പഠിപ്പ് തുടരുന്നുണ്ട് സർ. ഗുഡ്. മക്കൾ മിടുക്കരായാൽ നന്നായാൽ മാതാപിതാക്കൾക്കാണ് അതിന്റെ നേട്ടം. ഞങ്ങൾ അറിവിനെ മല്ലികയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഇവിടെ വന്നതാ. ரொம்ப താങ്ക്സ്. അന്വേഷണവുമായി സഹകരിക്കാൻ കാണിക്കുന്ന സന്മനസ്സാണ് ഞങ്ങൾക്കിഷ്ടം. അറിവിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ചില കാര്യങ്ങൾ ചോദിച്ചറിയണം, ശേഷം വിട്ടേക്കാം. എന്താ പേടിയുണ്ടോ? എന്തിന്? എന്നെ നിന്റെ അപ്പാവെ പോലെ കണ്ടാ മതി, ഇല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠനെ പോലെ. ഞങ്ങളുടെ ഒപ്പം വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്?
നാളെ മല്ലികയിലെത്തി അറിവിനെ കൂട്ടിക്കൊണ്ട് പോന്നോളൂ. മല്ലികൈ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ? മുല്ലപ്പൂ. മാലേ, മുല്ലമാലേ, യമന്തിമാലേ, പൂമാലേ. ഇവൻ ചിന്ന പയ്യൻ, എൻ തമ്പി മാതിരി ഭദ്രമാ സൂക്ഷിക്കും. സാർ, അറിവ് ആഹാരം ഒന്നും കഴിച്ചിട്ടില്ല. ആ? അമ്മ ലേശം പൊങ്കൽ കൊണ്ടുവന്നിട്ടുണ്ട്, അത് കൊഞ്ചം കൊടുത്തോട്ടെ സാർ. അറിവിന് ഞങ്ങൾ ആഹാരം വാങ്ങിക്കൊടുക്കും, 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന്. ഞങ്ങൾ സാധാരണ പോലീസ് അല്ല, CBI.